ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു പോർഷൻ ഇല്ലേ, അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ടോട്ടൽ ഓഫ് 324 coins of 20 paisa and 25 paise make a sum of rupees 71. Find the number of 25 paisa coins. അതായത് ഒരു ടോട്ടൽ 324 കോയിൻസ് ഉണ്ടായിരുന്നു ഒരു ബാഗിൽ. അത് ഉള്ള എങ്ങനെയാന്ന് വെച്ചാൽ 20 പൈസയും 25 പൈസയുടെയും കോയിൻസിന്റെ കളക്ഷനാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 324 ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാൽ 71 റുപ്പീസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 പൈസയുടെ കോയിൻസ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ടോട്ടൽ 324 കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് എങ്ങനെയായിട്ടാണ് ഉള്ളത്? അത് 20 പൈസകൾ കുറയുണ്ട്, 25 പൈസാസും കുറയുണ്ട്. ക്ലിയർ ആണോ? അപ്പം 25 പൈസയുടെ എണ്ണമാണ് ചോദിക്കുന്നത് അല്ലെ. ഞാൻ 25 പൈസ കോയിൻ എക്സ് എണ്ണം ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 20 പൈസ കോയിൻസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? ടോട്ടൽ ഉള്ളത് എത്ര? 324. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 324 മൈനസ് എക്സ് ആയിരിക്കും 20 പൈസ കോയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ, 324 മൈനസ് എക്സ് ഇൻറ്റു 20, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഈ 20 പൈസ എല്ലാം കൂടെ കൂട്ടിയാൽ ഇത്രയും പൈസാസ് ഇല്ലേ? ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം 5 20 പൈസ ഉണ്ടെങ്കിൽ 20 × 5 100 പൈസ മൊത്തത്തിലുണ്ട്. അതേപോലെ എണ്ണം ഇൻറ്റു ആ വാല്യൂ ചെയ്യുന്നു. 324 മൈനസ് എക്സ് ഇൻറ്റു 20, അത്രയും 20 പൈസാസ് ഉണ്ട്. പ്ലസ് 25x 25 പൈസാസ് അല്ലെ. 25 പൈസ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 25x അത്രയും പൈസകളുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 71 റുപ്പീസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ പൈസയിലല്ലേ എഴുതിയേക്കുന്നത്, അതുകൊണ്ട് 71നെയും പൈസയിലോട്ട് മാറ്റുക. എന്താണ്? 71 × 100. ക്ലിയർ അല്ലേ? 1 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 100 പൈസ. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 324 × 20, 324 × 2 എന്ത് വരും? 8 4 6 6480 മൈനസ് 20x പ്ലസ് 25x ഈക്വൽ ടു 7100. ഓക്കെ, സോൾവ് ചെയ്തേ. ഇത് എക്സിന്റെ എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 20x പ്ലസ് 25x എന്ത് വരും? 5x വരും അല്ലെ. 25 മൈനസ് 25, ദാറ്റ് ഈസ് 5x ഈക്വൽ ടു 7100. ഇത് ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് മൈനസ് ആവും അല്ലെ. 6480. ക്ലിയർ ആണോ? 0 2 6 620 എന്ന് വരും അല്ലെ. 60, that is 5x equal to 620. so x will be equal to 620 divided by 5. 1 0 അല്ല 1 2 4 124. okay, 620 divided by 5 124 എന്ന് വരും. so 124 25 പൈസ കോയിൻസ് ആണ് ഉള്ളത്. ഇൻ കേസ് 20 പൈസ കോയിൻസ് എത്ര ആണെന്നാ ചോദിക്കുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? 324ൽ നിന്ന് 124 കുറയ്ക്കുക അല്ലെ. 220 പൈസ കോയിൻസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, രണ്ട് ഓപ്ഷനിലുണ്ട്, ശ്രദ്ധിച്ചോണം. ചോദിക്കുന്ന ഏതാണെന്ന് നോക്കുക. നമ്മളിപ്പം എക്സ് കൊടുക്കുന്നത് കണ്ടുപിടിക്കാനുള്ളത് ഞാൻ എക്സ് കൊടുത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് 25 പൈസ കോയിൻസിന്റെ എണ്ണമായിരിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പം 20 പൈസ കോയിൻസ് ആ ചോദിക്കുന്നെങ്കിൽ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 20 പൈസ കോയിൻസിന് എക്സ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: average of 10 numbers is 7. If each number is multiplied by 11, then the average of new set of numbers. Okay, ഇത് ആവറേജ് എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ആവറേജിന്റെ ഒരു കൺസെപ്റ്റ് നമുക്കറിയാമല്ലോ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എൻ്റെ കയ്യിൽ 3 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 3 ടേംസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ 3 ടേംസിന്റെ സം എടുക്കുന്നു, ഇതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നു ഈ 3 x1 x2 x3 ഈ 3 ടേംസിന്റെ ആവറേജ് a ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എല്ലാ ടേംസിനെയും, അതായത് ഈ 3 ടേംസിനെയും കെ എന്നുള്ളൊരു ടേം കൊണ്ട് പ്ലസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ പുതിയ ആവറേജ് എന്തായിരിക്കും? a പ്ലസ് കെ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഞാൻ ഇതിനെല്ലാം കൂടെ കെ കൊണ്ട് മൈനസ് ചെയ്യുവാണെങ്കിൽ, എല്ലാ ടേംസിനെയും ഒരേപോലെ കെ കൊണ്ട് ഞാൻ മൈനസ് ചെയ്താൽ എൻ്റെ പുതിയ ആവറേജ് എന്തായിരിക്കും? മൈനസ് കെ ആയിരിക്കും. ഇനി ഞാൻ ഇൻറ്റു ആണ് ചെയ്തതെങ്കിൽ a ഇൻറ്റു കെ ആയിരിക്കും. എല്ലാത്തിനും ഒരുപോലെ, അത് ശ്രദ്ധിച്ചോണേ, എല്ലാത്തിനും ഒരുപോലെ ഒരു മാറ്റം വന്നാൽ അതേ മാറ്റം ആവറേജിലും വരും. ഇപ്പോൾ പറഞ്ഞേക്കുന്ന എന്താ? 10 നമ്പേഴ്സിന്റെ ആവറേജ് 7 ആയിരുന്നു.
ഓരോ നമ്പരും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ ആവറേജ് എന്തായിരിക്കും? ആവറേജിന്റെ കൂടെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എന്ത് വരും? 77. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അതായത് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ഈ ഓപ്ഷൻ ഇന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the sum of 3 consecutive multiples of 3 is 72. The largest number is 27. Second statement, a number when multiplied by 13 is increased by 180. Then the number is 13. Then third statement, the average of first 20 multiples of 7 is 73.5. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അതായത് 3 സ്റ്റേറ്റ്മെന്റ് തരും. ഇപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മാത്സ് നമ്മൾ ചെയ്യാൻ അറിയുക അത്രേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വലിയ പാടൊന്നും ഇല്ല. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഈസ് 72, ലാർജസ്റ്റ് നമ്പർ. അപ്പൊ ഈ ലാർജസ്റ്റ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെയും ചോദിക്കാം. അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഈസ് 72, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. അങ്ങനെ ഒരു ചോദ്യമായിട്ടും ചോദിക്കാം. ഇവര് പറയുന്നത് ആ ചോദ്യത്തിന്റെ ആൻസറും കൂടെ അങ്ങ് പറയും, എന്നിട്ട് അത് നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. അതായത് അത് ലാർജസ്റ്റ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂ തന്നെയാണോ എന്ന് നോക്കുക. അത്രേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് 3 നമ്മൾ ചെയ്യണം, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓരോന്ന് കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾ ഈ ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ചില കേസിൽ നമ്മളിപ്പോൾ 2 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, 3ാമത് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്നല്ല, നമുക്ക് നോക്കാം. ഓക്കെ, ചിലയിടത്ത് 2 എണ്ണം 3ാമത്തെയും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ 2 എണ്ണമായിട്ടായിരിക്കും നിൽക്കുന്നത്. 2 ഓപ്ഷൻ വെട്ടി 2 എണ്ണത്തിൽ ഏതൊന്ന്, അപ്പോൾ 3ാമത്തെയും കൂടെ ചെയ്താലേ അത് കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ ഓരോ കേസിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചോണം. അത് ചെയ്യുമ്പോൾ അതും കൂടെ നോക്കിക്കോണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. എന്താണ്? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഈസ് 72, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. നോക്കിയേ, ഒരു നമ്പർ എക്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്താൽ അടുത്ത എന്തായിരിക്കും? മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 3 കൂട്ടി കൂട്ടി പോവുക. അപ്പോൾ ആദ്യത്തെ നമ്പർ ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ അടുത്ത നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 3 ആയിരിക്കും. എക്സ് പ്ലസ് 3. അതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? ഒരു 3യും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക, അതായത് എക്സ് പ്ലസ് 6 ആയിരിക്കും. ഇതാണ് 3 അടുത്തടുത്തുള്ള 3യുടെ 3 മൾട്ടിപ്പിൾസ് അല്ലെ? അതിന്റെ സമ്മ് 72 ആണെന്നാ പറഞ്ഞേക്കുന്നത്. സോ ഞാൻ ഇതിനെ സം എടുക്കുന്നു. ഓക്കെ, ഈക്വൽ ടു 72. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? അതായത് നമുക്ക് 3 നമ്പേഴ്സും കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 3x പ്ലസ് 3x ഉണ്ട് പ്ലസ് 9 ഈക്വൽ ടു 72. ദാറ്റ് ഈസ് 3x ഈക്വൽ ടു 72 മൈനസ് 9, ദാറ്റ് ഈസ് 63. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 21. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ? 21, 24, 27. ഇതിനകത്തെ ലാർജസ്റ്റ് നമ്പർ ഏതാ? 27. അപ്പൊ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ? എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഏതെങ്കിലും ഓപ്ഷൻ വെട്ടാവോ നോക്കിയേ. ഇപ്പം എ ഉള്ളി, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ? എ ആൻഡ് ബി ഉള്ളി, എ ആൻഡ് സി ഉള്ളി. ഓക്കെ, അപ്പൊ പറയാൻ പറ്റത്തില്ല. അടുത്തതും കൂടെ നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തല്ലോ, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, അതേപോലെ ഇതിന് ഒരു ഷോർട്ട് കട്ട് ഞാൻ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് ആ ഒരു രീതിയും കൂടെ ഒന്ന് പറയാം. എന്താണ്? 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3. അതെന്താണ്? ഒരു AP ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം ആയിരിക്കും അല്ലെ? 3യുടെ മൾട്ടിപ്പിൾ എഴുതുക അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് അല്ലെ? അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് മിഡിൽ ടേം ആയിരിക്കും. ഇവിടെ സം തന്നിട്ടുണ്ട് 72. അങ്ങനെയാണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ പോരായോ? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. എന്താ വരുന്നത്? 24 എന്ന് കിട്ടും അല്ലെ? 24 എന്ന് കിട്ടും ആവറേജ്. അപ്പൊ ആ 3 നമ്പേഴ്സിൽ 1, 2, 3 ഈ 3 നമ്പേഴ്സിലെ മിഡിലാണ് 24 വരുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 3, അത് കഴിഞ്ഞിട്ടുള്ള 3യുടെ മൾട്ടിപ്പിൾ എഴുതിയാൽ പോരായോ? 24 കഴിഞ്ഞിട്ട് വരുന്ന 3യുടെ മൾട്ടിപ്പിൾ ഏതാണ്? 27 അല്ലെ? അപ്പൊ ലാർജസ്റ്റ് നമ്പർ 27. ക്ലിയർ ആണോ? ഈ ഷോർട്ട് കട്ട് അറിയാവുന്നവർ ഈ ഒരു രീതിയിലൂടെ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്കുക. ആർക്കെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആവറേജ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് ഇറ്റ്സ് മിഡിൽ ടേം ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. അതേപോലെ പല പ്രോബ്ലങ്ങളിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റനിലും അത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി, അത് ശരിയാണെന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, a number when multiplied by 13 is increased by 180. ഏതോ ഒരു നമ്പർ, ലെറ്റ് ഇറ്റ് ബി x.
അതിനെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ അല്ലെ, കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 180 ആണ്. കിട്ടുന്ന ആൻസർ എന്താ, ആ നമ്പറിന്റെ കൂടെ 180 ഇൻക്രീസ് ചെയ്യുന്നതാണ് അല്ലെ. എക്സ് പ്ലസ് 180 ആണെന്ന് മനസ്സിലായോ. എൻ നമ്പർ, ഒരു നമ്പറിനെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും, ഈസ് ഇൻക്രീസ്ഡ് ബൈ 180. 180യും കൂടെ ഇൻക്രീസ് ചെയ്തിട്ട്, ആ നമ്പറിന്റെ കൂടെ 180യും കൂടെ ഇൻക്രീസ് ചെയ്യുന്ന ആൻസർ ആണ് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടി, നമുക്ക് ചെയ്ത് നോക്കാം. 13x ഈക്വൽ ടു എക്സ് പ്ലസ് 180, ദാറ്റ് ഈസ് ഇത് ചെയ്യുമ്പം 12x equal to 180, that is x will be equal to 180 by 12. 6 വെച്ച് ചെയ്താൽ 30, ഇവിടെ എന്ത് വരും, 6 2 അല്ലേ, ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 15. നമ്മുടെ നമ്പർ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താ, 15 ആണ്. അപ്പൊ ഇവര് പറഞ്ഞേക്കുന്ന എന്താ, നമ്പർ 13 ആണെന്ന് അല്ലെ. അപ്പൊ അത് തെറ്റല്ലേ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ എ ആൻഡ് ബി ഉള്ളി തെറ്റാണ്, ബി ആൻഡ് സി ഉള്ളി തെറ്റാണ്, പിന്നെ എ ആൻഡ് സി ഉള്ളി ആൻഡ് എ ഉള്ളിയാണ് അല്ലെ. രണ്ടെണ്ണം എടുക്കണം. അപ്പൊ സിയും കൂടെ ചെയ്താലേ നമുക്കത് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അടുത്തത് ചെയ്യാം. ആവറേജ് ഓഫ് ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 7 ഈസ് 73.5. 20 മൾട്ടിപ്പിൾസ്, ആദ്യത്തെ 7ന്റെ 20 മൾട്ടിപ്പിൾസിന്റെ ആവറേജ് എന്ന് പറയുന്നതിന്റെ വാല്യൂ തന്നേക്കുന്നത് അല്ലെ. അത് നമുക്ക് കണ്ടുപിടിക്കണം. ചെയ്തേ, എന്താ 20 മൾട്ടിപ്പിൾസ് ഓഫ് 7, ആദ്യത്തെ ഏതാ 7, പിന്നെ 14, പിന്നെ 21, അങ്ങനെ നമ്മൾ എഴുതണം അല്ലെ. ഇതെന്താണ്, ഇനിയിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഈ മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേം ഉണ്ട്, നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം, എന്താണ് 7 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം അല്ലെ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര, 20th മൾട്ടിപ്പിൾ എഴുതണം അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, എന്താ 20 into 7, 20th മൾട്ടിപ്പിൾ അല്ലെ. 20 into 7 ആണ് 140. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നി ഇക്വേഷൻ എന്താ, എ എൻ എന്നുള്ള ഇക്വേഷനിൽ വെച്ച് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 into d എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ഇത് എന്താ നമുക്കറിയാം, 20ാമത്തെ മൾട്ടിപ്പിൾ, ഇപ്പൊ 2ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 into 7 ആണ്. 3ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 into 7 ആണ് അല്ലെ. അപ്പം 20th മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 20 into 7 140. അപ്പൊ 7 തുടങ്ങി 140 വരെയുള്ള 7ന്റെ മൾട്ടിപ്പിൾസിന്റെ ആവറേജ് കാണണം അല്ലെ. അതേപോലെ ഇതും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആണ്. ക്ലിയർ ആണോ. അപ്പൊ എന്താ ഫസ്റ്റ് ടേം 7 പ്ലസ് 140, ലാസ്റ്റ് ടേം 140 ബൈ 2. ക്ലിയർ ആണോ. 147 ബൈ 2 എന്ത് വരും, 73.5. ഇപ്പൊ എന്ത് കിട്ടി, ആവറേജ് 73.5 എന്ന് കിട്ടി. നോക്കിയേ, കറക്റ്റ് ആണോ, ആണ്, കറക്റ്റ് ആണ് അല്ലെ. 73.5 എന്ന് തന്നെ തന്നേക്കുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് എ ശരിയായിരുന്നു, ബി തെറ്റായിരുന്നു, സി ശരിയായിരുന്നു അല്ലെ. അപ്പൊ ഏത് ഓപ്ഷൻ എടുക്കണം, എ ആൻഡ് സി ഉള്ളി. ക്ലിയർ ആണോ. അപ്പൊ ഇവിടെ നിന്ന് എക്സ്ട്രാ പഠിച്ച കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആയിരിക്കും അല്ലെ. ഇപ്പൊ എന്താ 2 4 6, ഇത് മൂന്നും എന്താ, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സാ അല്ലെ. അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ്, ഇതിന്റെ എല്ലാം ആവറേജ് എന്തായിരിക്കും, മിഡിൽ ടേം ആയിരിക്കും. 4 ആയിരിക്കും ഇതിന്റെ ആവറേജ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, 2 4 6 8 ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് എക്സാക്ട് മിഡിൽ കിട്ടത്തില്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഈ മിഡിൽ ടേംസിന്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഈവൻ നമ്പർ, ഓഡ് നമ്പർ, നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. 4നും 6നും ഇടയിൽ വരുന്ന എന്താ, 5 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ. ഒന്നാലോചിച്ച് നോക്കിയാൽ 3 5 7 9, ഇതിന്റെ ആവറേജ് എന്താ, 3 5 7 9 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ ആവറേജ് എന്തോരും, 5നും 7നും ഇടയിലായ 6 ആയിരിക്കും. നിങ്ങൾ അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കിയോളുക. ക്ലിയർ ആണോ. അതേപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആണ് അല്ലെ. ഇവിടെ ചെയ്ത് നോക്കിയാൽ 9 + 3 12, 12 by 2 6, അത് തന്നെയല്ലേ വന്നത്. അപ്പൊ ഈ രണ്ട് ഡേറ്റാസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A man has to cover a total distance of 24 kilometers. He observed that after walking for 1 hour and 40 minutes,
The distance covered by him is 5/7 of the remaining distance. What was the speed of the man in kilometer per hour? എന്താണ്? ഒരു മാന് ടോട്ടൽ 24 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. He observed that after walking for 1 hour and 40 minutes, 1 hourും 40 മിനിറ്റ്സും ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് he observed that എന്താ, അയാൾ അത്രയും നേരം ഈ ഒരു സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5/7 ഓഫ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ആണെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് ഇയാൾ ട്രാവൽ ചെയ്തത് x കിലോമീറ്റർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ടോട്ടൽ എത്ര? 24 കിലോമീറ്റർ. അപ്പൊ ബാക്കി എത്ര ആയിരിക്കും? 24 - x കിലോമീറ്റർ ആയിരിക്കും അല്ലെ. ഈ രണ്ട് ഡിസ്റ്റൻസിനെ പറ്റി ഒരു റിലേഷൻ പറഞ്ഞേക്കുവാണ്. ആദ്യം കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5/7 ഓഫ് ദ റിമൈനിങ് ആണെന്ന്. അതായത് എക്സ് എന്ന് പറയുന്നത് 5/7 ഓഫ് ദ റിമൈനിങ് ആണെന്ന് അല്ലെ. ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 7x = 5 × 24 120 - 5x. സോൾവ് ചെയ്തേ. എക്സ് ഇവിടെ വരുമ്പോഴത്തേക്ക് 12x = 120, ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 10 കിലോമീറ്റർ അല്ലെ. അതായത് ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. ഇനി ചോദിക്കുന്നത് എന്താ? വാട്ട് വാസ് ദ സ്പീഡ് ഓഫ് ദ മാൻ ഇൻ കിലോമീറ്റർ പെർ അവർ? ഓക്കെ, ഇയാൾ ഈ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തത് എത്ര സമയം കൊണ്ടാ? 1 hour 40 minutes ഉണ്ട്. അപ്പൊ നമ്മളുടെ ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്, സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ടൈം എന്ന് പറയുമ്പോൾ അവറിൽ മിനിറ്റിലൂടെ നമ്മൾ ആദ്യം ചെയ്യുക, മിനിറ്റിനെ മാറ്റി അവറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കിലോമീറ്ററിലും ഉണ്ട്. അപ്പൊ ടൈമിനെ നമുക്ക് അവറിലേക്ക് മാറ്റാം അല്ലെ. എന്ത് ചെയ്താൽ മതി? 1 hour + 40 മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? /60. നമുക്കറിയാം 1 hour = 60 മിനിറ്റ്. അപ്പം 1 + 40/60, ദാറ്റ് ഈസ് 1 + കട്ട് ചെയ്താൽ 2/3 അല്ലെ. ദാറ്റ് ഈസ് 5/3. 3 + 2/3 അല്ലെ. 5/3 എന്ന് വരും. അതായത് ടോട്ടൽ 5/3 അവർ ആണ് ടൈം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എത്ര? 10. സോ 10/5/3 അല്ലെ. ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 3/5 കട്ട് ചെയ്താൽ 6 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി. സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ ആണ് ചോദിക്കുന്നത്. 6 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ages of Logendra and Dharmendra are in the ratio 6:5 and sum of their ages is 44 years. What will be the ratio of their ages after 4 years? രണ്ടു പേരുടെ ഏജസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 6:5 അല്ലെ. അവരുടെ ഏജിന്റെ സമ്മ് 44. വാട്ട് വിൽ ബി ദെയർ ഏജസ് ആഫ്റ്റർ 4 years അല്ലെ. ഏജിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടുപേരുടെയും ഏജിന്റെ റേഷ്യോ തന്നേക്കുന്നത് 6:5. അപ്പൊ നമുക്ക് പറയാം LD എന്ന് ഞാൻ എടുക്കുന്നേ. എല്ലിന് 6x എന്നും ഡിയുടേത് 5x എന്നും കൊടുക്കുക. റേഷ്യോ എന്നാൽ ഈ എക്സ് വെച്ച് കൊടുത്ത് സോൾവ് ചെയ്യുക. അപ്പൊ രണ്ടുപേരുടെയും നമുക്ക് ഏജ് കിട്ടി. ഇനിയും പറയുന്നത് എന്താ? സമ്മ് 44 ആണ്. ഇത് വെച്ച് സമ്മ് ചെയ്തേ. 6x + 5x = 44 എന്ന് വരും അല്ലെ. സോ 11x = 44. x will be equal to 44/11. That is 4 അല്ലെ. 4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ. അപ്പൊ എന്താ വേണ്ടത്? ഇവരുടെ ഏജ് കണ്ടുപിടിച്ചേ. ഇയാളുടെ 24, ഇത് 20. ഇനി ചോദിക്കുന്ന എന്താ? 4 years കഴിഞ്ഞിട്ടുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് വേണ്ടത് അല്ലെ. L/D എന്ന് തന്നെ എടുക്കണം. L/D. ഓക്കെ, അപ്പൊ L 24 ആണ്. 4 years കഴിയുമ്പോൾ എന്തായി? 28 ആയി. ഓക്കെ, ഇനി ഡി ധർമ്മേന്ദ്രൻ്റെത് 20 ആണ്. 4 years കഴിയുമ്പോൾ എന്തായി? 24. കട്ട് ചെയ്തേ. 4 വെച്ച് കട്ട് ചെയ്താൽ 7/6 അല്ലെ. ഓപ്ഷൻ എ 7:6. ക്ലിയർ ആണോ? ഇപ്പൊ ഡിസംബറിലേക്ക് നടക്കാൻ പോകുന്ന UGC നെറ്റ് എക്സാം എഴുതാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾ ആ സിലബസിലുള്ള എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന് ജനറൽ പേപ്പർ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, അതുപോലെ തന്നെ CSIR ഫിസിക്സിനും ഉള്ള കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോ ക്ലാസ്സുകളും അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളും, നിങ്ങൾക്ക് ഇപ്പം ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷനും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്